ഹായ് ഓൾ ആൻഡ് ജോസഫ്. ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ സെക്യൂർ ആക്കാൻ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം ഇന്ന് കുട്ടികളുടെ എഡ്യൂക്കേഷൻ സെക്യൂർ ആക്കുന്നതിന് ഒരു ഹയർ ഗ്രോത്ത് ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം ചെറിയൊരു എമൗണ്ടില് ഒരു വലിയൊരു കോർപ്പസ് എമൗണ്ട് കോമ്പൗണ്ടിംഗ് റേറ്റിൽ നേടാൻ മ്യൂച്വൽ ഫണ്ട് സഹായിക്കുന്നതാണ്. ഇതിന് എന്തെല്ലാം കാരണങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചൈൽഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷന് ഒരു ഫണ്ട് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലൂടെ ഒരു ചെറിയൊരു എമൗണ്ട് സ്ഥിരമായിട്ട് ഒരു ഡിസിപ്ലിനിലൂടെ 10-15 വർഷം ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു കോർപ്പസ് എമൗണ്ട് കോമ്പൗണ്ടിംഗ് റേറ്റിൽ നേടാൻ മ്യൂച്വൽ ഫണ്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ട് ഈസ് ദ ബെസ്റ്റ്. നമുക്കറിയാം ഇന്ന് ഈ എഡ്യൂക്കേഷൻ ചൈൽഡ് ഫ്യൂച്ചറിൽ അവർക്ക് ഏറ്റവും ചെലവേറിയ ഒരു സംഗതിയാണ് എഡ്യൂക്കേഷൻ. 6-10% നമുക്ക് വരെ ഒരു വർധന ഓരോ വർഷവും സംഭവിക്കുന്നു. ബാങ്ക് ഓഫ് ഡി ഇതിനേലും താഴത്താണ്. മ്യൂച്വൽ ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ല റിട്ടേൺ നോക്കുവാണെങ്കിൽ ഹിസ്റ്ററി പരിശോധിക്കുവാണെങ്കിൽ 10-12% റിട്ടേൺ നൽകിയതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഈസ് ദ ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്, റിസ്ക് കുറക്കാൻ ചൈൽഡ് സ്പെസിഫിക് ഫണ്ട്. നമുക്കറിയാം കുട്ടികളുടെ എഡ്യൂക്കേഷന് നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ സ്പെസിഫിക് ഫണ്ടായിട്ട് ചില ഹൈബ്രിഡ് ഫണ്ട് എന്ന് നമുക്ക് പറയാം. അതില് ഇക്വിറ്റി എക്സ്പോഷർ പ്ലസ് ഡെപ്റ്റ് ഫണ്ടുകളുണ്ട്. മാർക്കറ്റിന്റെ വോൾട്ടാലിറ്റിയില് അല്ലെ അപ്പ് ആൻഡ് ഡൗണില് ഇത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ് ആണ് ഓട്ടോമാറ്റിക് ഡിസിപ്ലിൻ അല്ലെങ്കിൽ SIP പ്ലസ് ലോങ് ടൈം എന്ന് പറയാം. നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് SIP-യിലൂടെ ഒരു ചെറിയൊരു എമൗണ്ടിലൂടെ നമുക്ക് ഡിസിപ്ലിനായിട്ട് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ബിഗ് കോർ പ്ലസ് എമൗണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലൂടെ നേടാൻ സാധിക്കുന്നു എന്നാണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു വ്യക്തി ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു 2000 റുപ്പീസ് ഒരു 15 വർഷത്തേക്ക് 12% റിട്ടേൺ നൽകുവാണെങ്കിൽ ഏകദേശം ഒരു 10 lakhs to 11 lakhs ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതേ സമയം 2000 പകരം ഒരു 5000 ആണ് SIP സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 15 വർഷത്തിന് ശേഷം 12% അസംഷൻ കൊടുക്കുകയാണെങ്കിൽ 25 to 28 lakhs ഇത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേ ഈ 5000 രൂപത്തിന് പകരം നമ്മളൊരു 10,000 വെച്ച് ഒരു SIP ഒരു കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ 12% അസംഷനിലാണെങ്കിൽ അത് അറൗണ്ട് 50 lakhs വളരും. നമ്മളെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അത് കൂട്ടാനും കുറക്കാനും സാധിക്കുന്നു എന്നതാണ്. ചുരുക്കി പറയുവാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഈസ് ദ ബെസ്റ്റ്. കാരണം ഒന്നാമത്തേത് ഒരു കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷന് സെക്യൂർഡ് ആകാൻ സഹായിക്കുന്നു, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ലോങ് ടേം ഗോൾസിന് അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് സഹായിക്കുന്നു. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഹയർ എഡ്യൂക്കേഷൻ ഫണ്ട് ബിൽഡ് ചെയ്യാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിലൂടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ മാറ്റിവെക്കുവാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.